സോറി ഒരു ചെറിയ വാക്കല്ല, ചെയ്തു പോയ തെറ്റിന് പറയാവുന്ന ഏറ്റവും ചെറിയ വലിയ വാക്കാണ്. നമ്മുടെയൊക്കെ സ്കൂൾ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു, പ്രത്യേകിച്ച് സ്ഥിരമായി കളിയാക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളെ സംബന്ധിച്ച്. ഇപ്പോഴും നിന്റെ ഫോണിൽ എൻ്റെ പേര് ഗൊറില്ല എന്ന് തന്നെയാണ് സേവ്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരാളെ ഇരട്ടപ്പേരിട്ട് വിളിക്കുകയാണ്. അത് അയാളെ അടിമുടി തകർക്കുന്ന ഒരു പേരുമാണ്. നിനക്ക് ഓർമ്മയുണ്ടോ, പണ്ട് നമ്മൾ 4ൽ പഠിക്കുമ്പോൾ നീ എനിക്ക് ആ പേരിട്ട്. ഒരു നടനാവണം എന്ന മോഹവുമായി നടക്കുന്ന അയാൾക്ക് എത്ര പ്രിപ്പയർ ചെയ്ത് പോയിട്ടും ഓഡിഷനിൽ ഒന്നും പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല. കാരണം കണ്ണടച്ചു കഴിയുമ്പോൾ കൂട്ടുകാർ തന്നെ പണ്ട് കളിയാക്കി വിളിച്ചിരുന്ന ആ പേരും ആ രൂപവും അറിയാതെ മനസ്സിൽ കയറി വരികയാണ്. പണ്ടത്തെ കളിയാക്കലൊക്കെ ഇപ്പോഴാണ് ശരിക്കും ബാധിച്ചു കൊടുക്കുന്നത്. ഒന്നും അഭിനയിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കോൺഫിഡൻസ് ഒക്കെ ചോർന്നു പോകുന്ന പോലെ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവൻ എന്തോ സ്കിറ്റോ ഡാൻസോ എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കൂടി അവനെ ഗൊറില്ല എന്ന് വിളിച്ച് കളിയാക്കി പോലും. അന്ന് ഞാൻ അവൻ നോക്കി ഗൊറില്ലയുടെ ശബ്ദമൊക്കെ ഉണ്ടാക്കി. ആ മനുഷ്യന് ഒരു ആഗ്രഹമേ ഉള്ളൂ, തന്നെ ആ പേര് വിളിച്ചിരുന്നവർ, താൻ സ്റ്റേജിൽ കയറുമ്പോൾ ആ പേര് പറഞ്ഞ് കളിയാക്കിയിരുന്നവർ ഒരു വട്ടമെങ്കിലും ഒന്ന് സോറി പറഞ്ഞിരുന്നെങ്കിൽ. അത് അന്നത്തെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ. ഇത്രയും പ്രശ്നം ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല. സോറി. സോറി. കുട്ടിക്കാലത്ത് സംഭവിച്ച ഉണങ്ങാതെ കിടക്കുന്ന ചില മുറിവുകളുണ്ട്. നിങ്ങളുടെ ഒരു സോറി കാരണം ആ മുറിവുകളിൽ ചിലതിനെങ്കിലും മരുന്നായാലോ? അക്ഷയ് ചന്ദ്രശോഭ അശോക് എഴുതി സംവിധാനം ചെയ്ത ഒരു സിനിമയിൽ നിന്നാണ് ഞാൻ ഈ ഭാഗങ്ങൾ എടുത്തിരിക്കുന്നത്. ആരോമൽ ദേവരാജും 60 പുതുമുഖങ്ങളും അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. ആ മൂവിയുടെ പേര് സോറി. സോറി ഒരു ചെറിയ വാക്കല്ല.